എയർലൈനിൻ്റെ ഫ്യൂച്ചറും നമ്മളുടെ ഫ്യൂച്ചറും ടൈഡാണ്. അപ്പം ഞാൻ ഉദാഹരണത്തിന് കിങ്ഫിഷറിൽ കാഡറ്റ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് കിങ്ഫിഷർ പൂട്ടിപ്പോയാൽ ഞാൻ പൂട്ടി, എൻ്റെ പൈസയും പോയി. ഇപ്പം തന്നെ ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ്. ഇനി അടുത്ത അൺഎംപ്ലോയബിൾ പൈലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പൂട്ടിപ്പോകും. കാരണം ഈ ലോൺ എല്ലാം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ബാങ്കുകളാണ്. നമ്മളെല്ലാവരുടെയും ടാക്സ് മണിയാണ് ഇതിന് പോകുന്നത്. സോ നല്ല പൈലറ്റ്സിനെ ഉണ്ടാക്കുന്നത് നമുക്ക് ക്രിട്ടിക്കലാണ്. നിങ്ങൾ പോയി പഠിക്കുമ്പോൾ നിങ്ങൾ ക്യുമുലോ നിംബസ്, ഇതെന്താ, ഇതൊരു മേഘമാണ്, ഇതിനകത്തൂടെ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, എന്തുകൊണ്ട് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ നമ്മൾ ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മൾ ചിന്തിച്ചാൽ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ ഈ സാധനം പഠിക്കാൻ ഇറങ്ങുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മുടെ നാട്ടിലും ഉണ്ട് ഇത്തരത്തിലുള്ള ഏവിയേഷൻ പഠിപ്പിക്കുന്ന അക്കാഡമി സ്കൂൾസ് ഒരുപാടുണ്ട്. അതേപോലെ പുറത്തുമുണ്ട്. ചില ആൾക്കാർക്ക് നമുക്കിവിടെ കാണാം പുറത്തേക്കാണ് കുട്ടികളെ വിടുന്നത്. അതും ഒബ്വിയസ്ലി ഓരോ പാരന്റും അവരുടെ ഫിനാൻസ് സൈഡും കൂടെ ഒക്കെ നോക്കിയിട്ടും ഒക്കെ ആയിരിക്കാം. ആക്ച്വലി എവിടെ വിടുന്നതാണ്, അല്ലെങ്കിൽ പുറത്ത് വിടുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണോ, എവിടെ പഠിച്ചാലും സെയിം ആണോ, എന്താ? ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഇന്ത്യക്ക് പുറത്താണ് പഠിപ്പിക്കാൻ വിടുന്നത്. എന്തുകൊണ്ട്? ഞാൻ ഇതിനകത്ത് കമന്റ് പറയാത്തത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്.